वैष्णवजन तो ഇത്തവണ ഗാന്ധി ജയന്തിക്ക് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആശ്രയിസ്ഥനായോ? ആയിക്കോട്ടെ. നമസ്കാരം ജി. വന്ദനം. സജ്ജീകരണങ്ങളൊക്കെ ഗംഭീരമായിരിക്കുന്നല്ലോ. പാശ്ചാത്യ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ഗീതാഞ്ജലി സമ്മതിക്കട്ടെ. ഈ നല്ലൊരു ദിവസം ആൾക്കാർ ഇവിടെ വന്ന് ആട്ടും പാലും പാവയ്ക്കാ നീരും കുടിക്കണമെന്നാണോ? അല്ല, ഈ സന്ദർഭത്തിൽ വളരെ നല്ലതാണ് പാവയ്ക്കാ നീരെന്ന് പറയുകയായിരുന്നു. ഭവതിക്കും മാതാവിന് നമസ്കാരം. സുദീർഘവും സമ്പൂർണവുമായ ഒരു ജീവിതവും മംഗളകരമായ ഒരു ജന്മദിനവും സാദരം ആശംസിച്ചു കൊള്ളുന്നു. ഞാനും അത് തന്നെ ആശ്വസിപ്പിച്ചുകൊള്ളുന്നു. ഗിരിപ്രസാദ് വന്നില്ലേ? അവൻ ഇതുവരെ ഇവിടെ എത്തില്ലേ? വീട്ടിൽ നിന്ന് നേരത്തെ തിരിച്ചാണല്ലോ അമ്മേ. അതെ. നമസ്കാരം. വന്ദനം. ഇവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഗോമതി. ഹരിപ്രസാദ് പോണമെന്നില്ല, വരൂ. സാർ, ഒരു ഹരിപ്രസാദ് സാർ ഒരു ഗിരിപ്രസാദ് സാർ വിളിക്കുന്നു. ആരാ? ഗിരിപ്രസാദോ? എന്താ അനുജ? ശരി ശരി സഹോദരൻ, നന്ദി. താങ്ക് യു സാർ. കുഞ്ഞമ്മയും കൂട്ടിയ വരികയുള്ളെന്ന്. അനുജൻ വന്നാലുടൻ ഞാൻ പോകും. ഏയ് വേണ്ട വേണ്ട, ഇവിടെ വെച്ച് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ അതല്ല, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഖാദി ഗ്രാമോദ്योग ഭവന്റെ 50ാമത് വാർഷികാഘോഷമാണെന്ന്. ഖാദി സംബന്ധമായ ചടങ്ങാണല്ലേ? അപ്പൊ നന്നായിരിക്കുമല്ലോ, ഞാനും കൂടി വരാം. അയ്യോ, അങ്ങ് ഇവിടെ ഇല്ലെങ്കിൽ ഗീതാഞ്ജലി പരിഭവിക്കും. ഓ, ഞാനത് ഓർത്തില്ല. വരൂ, എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോ. ഒന്ന് നിക്കണേ ജി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരാ? പണിക്കരദ്യേ. പണിക്കരെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തതാണല്ലോ. ഇതല്ല, പിന്നെ സമാജം കാര്യദർശി മടത്തുവിളാകം വാസ്തവ പണിക്കർ. എവിടെ? ആ തല മുണ്ഡനം ചെയ്തിരിക്കുന്ന ആളിന്റെ വാമഭാഗത്തിരിക്കുന്നു. ആ, വന്ദനം വന്ദനം. പേടിക്കാനൊന്നുമില്ല, വാ. അതാ അദ്ദേഹത്തിന്റെ സ്വഭാവം. മിസ്സിനെയും മാഡത്തിനെയും മേനോൻ സാറ് വിളിക്കുന്നു. ജി ജി എങ്ങോട്ടാ? ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങ് മേളിലോട്ട് കയറി പോണ ശരിയാണോ? ഞാനിപ്പോ വരാം. അല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അങ്ങ് മേളിലോട്ട് വലിഞ്ഞു കയറണമെന്നില്ല. വല്ലാതെ കയറാൻ എനിക്കറിയാം. എനിക്ക് വേണ്ടി താൻ മൂത്രവിസർജനം നടത്തിയാ മതിയോ? ഇല്ല, ഓക്കെ ആവും മാഡം. അയ്യോ, സിംഹം. ഞങ്ങള് വൈകിയോ ആന്റി? വൈകിയൊന്നുമില്ല. അവളപ്പുറത്ത് എവിടെയുണ്ട്. വരൂ, അങ്ങോട്ടിരിക്കാം. ഹായ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. ഹായ്. കുഞ്ഞമ്മ ഡിറ്റോ അല്ലേ? അതെ, ഹരിയെ പോലെ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു. നോക്കൂ, ലെറ്റർ ഓപ്പൺ ആൻഡ് സീ. അസലായിട്ടുണ്ട്. വന്ദനം. ഗുഡ് ഈവനിങ് സർ. ഹലോ സർ. കുഞ്ഞമ്മ. മനസ്സിലായി, കണ്ടിട്ടുണ്ട്. ചേട്ടൻ എവിടെ? മുകളിലുണ്ടല്ലോ. അയ്യോ, എനിക്ക് പുള്ളിയെ കാണാൻ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാനിപ്പോ വരൂ, മുകളിലേക്ക് പോവാം. അച്ഛാ, ദേ. ഹരിച്ചേട്ടാ. ആഹാ, മനോഹരമായിട്ടുണ്ടല്ലോ. മോളുടെ ഛായാചിത്രമാണെന്നേ പറയൂ. ഈ ഗിരിപ്രസാദ് ഒരു അനുഗ്രഹീത കലാകാരൻ തന്നെ. നിങ്ങൾ രണ്ടുപേരെയും അവരെ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഗോമതിയോട് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ കാത്തിരിക്കുക, പോകാം. ബൈ ദ ബൈ, പാർട്ടിയുടെ ഇടയിലേ ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പോകും. അവിടെ വിമൻസ് ക്ലബിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. അയ്യോ, എന്താ ആന്റി, ഡിന്നർ കഴിച്ചിട്ട് പോയാ പോരെ? എനിക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും ഒന്ന് കഴിച്ചൂടെ? അവിടെ ചെന്നില്ലെങ്കിലേ ആകെ കുഴപ്പാ. ഞാൻ ഇറങ്ങാണ്. ഇറങ്ങട്ടെ കുഞ്ഞമ്മ. ഗിരി മുകളിലേക്ക് വന്നല്ലോ. കണ്ടിരുന്നു. നമസ്കാരം. യു ക്യാരി ഓൺ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി.
എല്ലാവരും സമീപത്തേക്ക് വരിക. വരിക, എല്ലാരെയും വരിക. വിളിച്ചോളൂ. ജയ് ഹിന്ദ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആംഗലേയം ആംഗലേയം. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഛേ, ഒടുക്കലത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി. ആ സമയത്ത് എന്റെ നെഞ്ചിൽ ഒരു കോഴിമുട്ട വെച്ചിരുന്നെങ്കിൽ പുഴുങ്ങിയെടുക്കാമായിരുന്നു. കോഴിമുട്ടയോടുള്ള നിന്റെ കൊതി ഇനിയും തീർന്നിട്ടില്ലേ? അങ്ങളെ, അനവസരത്തിൽ വിവരക്കേട് പറയുന്ന അല്ല തമാശ. എനിക്ക് വയ്യ ഈ ഡബിൾ റോൾ കളി. ദിവസവും ഓരോ കള്ളങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ പെടുന്ന പാട്. കണ്ടുപിടിക്കേ, നിന്റെ നാവി കള്ളമല്ലേ വരൂ. ഒന്നുമില്ലെങ്കിലും ഗുമസ്ത മാർത്താണ്ഡന്റെ രക്തമല്ലേ നീ. വകുപ്പുകളും ലോ പോയിന്റുകളും പറഞ്ഞു തന്ന് കേസില്ലാ വക്കീലായി എന്നെ മൂലക്കിരുത്തിയവന്റെ അരിമയ്ക്കെരുമയായ സന്താനമല്ലേ നീ. ദേ ഇരിക്കുന്നു നോക്കിയേ, ഇവൻ തന്റെ മോൻ തന്നടോ. അതേ രൂപം, അതേ ഭാവം, ഉണ്ടം പൊരി വിഴിഞ്ഞ പോലുള്ള ഇരിപ്പും ഉണ്ട കണ്ണും. അത് ശരി, അതിന്റെ പ്രതികാരം വീട്ടാനായിരിക്കും ഓരോ ഉപദേശങ്ങൾ തന്നെ വഴിതെറ്റിക്കുന്നത്. നിന്റെ വഴി നേരത്തെ തെറ്റിയതാ. നീർക്കോലിയെ നീന്തൽ പഠിപ്പിക്കണോ? വേറൊന്നുമല്ല ഹരി, എന്തായാലും ഇത്രത്തോളമായി. ഇനി കടവത്ത് വെച്ച് കുട ഉടയ്ക്കണോ? ചോർന്നു തുടങ്ങിയ കുടം ചുമന്നുകൊണ്ട് നടന്നിട്ട് വലിയ പ്രയോജനമില്ല. അവസാനം അടിയും പുളിയും കുടിച്ച് കരു അടയ്ക്കേണ്ടി വരും. അങ്കിളാണ് ഇതിന്റെ എല്ലാം ആണി. ഓ, ഇനി കുറ്റമല്ല, എന്റെ പടലിക്ക് കെട്ടിവെച്ചോ. സിംഹവാലന്റെ സ്വഭാവം അനുകരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചായയാണോ? അല്ലാതെ ഇരുട്ടപ്പറ്റതാണ്, അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്, അമ്മാവി അമ്മയുണ്ട് എന്നൊന്നും പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഹരി. എന്തായാലും കുറച്ചുനാളും കൂടി നീ ഇത് തുടർന്നേ പറ്റൂ. ഒന്നുമില്ലേലും ഒരു പെങ്കൊച്ചിനെ ഇറക്കി വിടാൻ വേണ്ടിട്ടല്ലേ ഈ വേഷം കെട്ട്. നീ ആദ്യം കമ്പനി ലോൺ ശരിയാക്കാൻ നോക്ക്. എടാ, നീ എന്തക്കിടീച്ചെന്ന് ചാടിയാലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാ മതി. ഒരു ഹനുമാനെ പോലെ ഞാൻ ഏത് ലക്കിടിയിലും പ്രത്യക്ഷപ്പെടും. അയ്യോ! ഇതുപോലെ തറ പറ പന എന്ന് എഴുതുന്നതല്ല പെയിന്റിംഗ്. വർണ്ണങ്ങൾ ചാലിച്ചെഴുതും. ഇന്ന് ക്ലാസ് വേണ്ട. എന്നാ പിന്നെ നേരത്തെ പറയായിരുന്നില്ല. കളക്ടറുടെ മകളുടെ ക്ലാസ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഗിരി ബർത്ത്ഡേക്ക് തന്ന പ്രസന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടായി. അച്ഛനും അമ്മയും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. എന്റെ ഭാവങ്ങളൊക്കെ അതിലുണ്ടെന്ന് അവരുടെ കമന്റ്സ്. ഗിരിക്ക് പോർട്രേറ്റ് വരയ്ക്കാൻ അറിയുമെന്ന് വിചാരിച്ചേ ഇല്ല. വരച്ചതോ? അത് വരപ്പിച്ചതല്ലേ? അപ്പൊ ഗിരിയല്ലേ അത് വരച്ചത്? അതെ. പിന്നെ ഇപ്പൊ വരപ്പിച്ചതാണെന്ന് പറഞ്ഞതോ? അതെ, അങ്ങനെ പറയുന്നതാണ് ശരി. ഉള്ളിൽ നിന്നും ഏതോ ശക്തി എന്നെ വരയ്ക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. മനസ്സിൽ വ്യക്തമായി പതിഞ്ഞാലേ ഏത് രൂപം ക്യാൻവാസിലേക്ക് പകർത്താൻ കഴിയുന്ന ഗിരി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ. അതുകൊണ്ടാണോ എന്നെ ഇത്ര നന്നായി വരയ്ക്കാൻ കഴിഞ്ഞത്? ഈശ്വര, പരീക്ഷിക്കല്ലേ. അത് ഒരു പരിധിവരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഗിരിയുടെ പോർട്രേറ്റ് നന്നായി വരയ്ക്കാൻ കഴിയും.